ഗൈസ് നമ്മൾ ഓസൊക്കെ കുത്തിയിട്ടുണ്ട് നമ്മുടെ വെള്ളം നിറയ്ക്കാൻ വേണ്ടി. ഓണാക്കിയിട്ടുണ്ട് ഗൈസ്. സ്പീഡിൽ പോകണം ഗൈസ്. നമ്മുടെ ഗൈസ് നമ്മുടെ അക്വേറിയം. അതുകൊണ്ട് ഗൈസ് നമ്മുടെ വെള്ളം പോകുന്നു. ആദ്യം തന്നെ ഗൈസ് നമുക്ക് അക്വേറിയത്തിലോട്ട് വെള്ളം നിറയ്ക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഫാമിൽ ഇരുന്ന അക്വേറിയവും പിന്നെ പാത്രങ്ങളും എല്ലാം നമ്മൾ വെളിയിലെടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ മേടിച്ചതിനകത്തെ 4 മീൻ നമുക്ക് മിസ്സായിപ്പോയി. എന്തുപറ്റിയെന്ന് വെച്ചാൽ ഫംഗസ് ആയിരുന്നു ഗൈസ്. കാരണം ഈ പാത്രത്തിലുള്ള അഴുക്കൊക്കെ ആയിരിക്കും കാരണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മുടെ പാത്രത്തിലെല്ലാം നമ്മൾ ഫുള്ള് തുളുമ്പി നിൽക്കുന്ന അത്രയും വെള്ളം നിറച്ചിട്ട് നമ്മുടെ പൊട്ടാസ്യം പെർമാറ്റ് ഇട്ട് ഒരു മണിക്കൂർ വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് അക്വേറിയത്തിൽ ഫാമിൽ തന്നെ തിരിച്ച് വെക്കണം. ആദ്യം ഗൈസ് അക്വേറിയത്തിൽ വെള്ളം നിറയ്ക്കട്ടെ. വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അക്വേറിയത്തിൽ പൊട്ടാസ്യം പെർമാറ്റ് ഇട്ടിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് വല, അരിപ്പ, പിന്നെ മൊയിനെ അരിക്കാനുള്ള അരിപ്പ, അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഇല്ലേ, അതും കുറച്ച് നേരം ഇതിനകത്ത് മുക്കിയിടണം. അല്ലെ നമ്മളിപ്പോൾ ഒരു മീനെടുത്ത് ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ ആ ഒരു വല കൊണ്ട് തന്നെ വേറൊരു മീൻ എടുക്കുമ്പോൾ നമുക്കത് ഫംഗസ് വരാനുള്ള കാരണമാണ്. അപ്പോൾ അതും കുറച്ച് നേരം നമുക്കിടാം. നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് നിറഞ്ഞിട്ട് വേണം ബാക്കിയുള്ളതിനകത്ത് നിറയ്ക്കാൻ. ഗൈസ് നമ്മൾ ഫാം ഒന്ന് കാണിച്ചു തരാം. കണ്ട ഗൈസ്, പാത്രങ്ങളെല്ലാം പോയി. പിന്നെ ആമ്പലിൻ്റെ ഒരു പാത്രമുണ്ട്, അതും നമുക്ക് പൊട്ടാസ്യം ശാലം ഇട്ടേ പറ്റത്തുള്ളൂ. അതിനകത്ത് നിന്ന് ഫംഗസ് വരുന്നുണ്ട്. ഇന്നത്തെ എല്ലാം മാറ്റി അക്വേറിയം മാറ്റി. നമ്മളെ മീനൊക്കെ എന്താ വെച്ചാൽ വേണ്ട ഗൈസ്, ഓരോത്തിനകത്ത് പൊതിഞ്ഞ് വെച്ചേക്കുവാണ് ഗൈസാണ്. നമ്മൾ ഓസ്കാർ രണ്ടോടത്ത് ഓസ്കാർ കാണിക്കാം ഗൈസ്. ആൽബിനോ കോഴി അടപ്പുണ്ട്. പിന്നെ വേണ്ട ജെറ്റ് ബ്ലാക്ക്, പിന്നെ നമ്മുടെ മോളിയും ബ്ലാറ്റിയും എല്ലാം മിക്സ്ഡ് ആക്കി ഇട്ടേക്കുന്നത്. ടൈഗറും എല്ലാം ഉണ്ട്. ഇനി എല്ലാ ഫംഗസിൻ്റെ ആ ഒരു പൊട്ടാസ്യം പെർമാറ്റ് 1 മണിക്കൂർ ഇട്ട ശേഷം ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഇവിടെ തന്നെ തിരിച്ച് കൊണ്ടുവെക്കണം. പിന്നെ നമ്മൾ പൊട്ടാസ്യം പെർമാറ്റ് എന്തുവാന്നുള്ളത്, എന്തിന് ഉപയോഗിക്കുന്നത്, അതെന്തിന് കാരണമായിട്ട് ഇടുന്നതാണ്, അതെല്ലാം ആയിട്ടുള്ളൊരു ഡീറ്റെയിലിംഗ് വീഡിയോ നമ്മളെ യൂട്യൂബിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മുടെ അക്വേറിയത്തിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട്, നമുക്ക് പോയി നോക്കാം. ഗൈസ് തുളുമ്പെന്ന് ഇനി നമുക്ക് അടുത്ത പാത്രത്തിലൊക്കെ കൊണ്ടിടാം. ഹോസ് പോയി ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഫുൾ പാത്രത്തിൽ നമ്മൾ വെള്ളം നിറച്ചിട്ടുണ്ട്. നമ്മുടെ അക്വേറിയത്തിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ പൊട്ടാസ്യം പെർമാറ്റ് എടുക്കാം ഗൈസ്. ഇതല്ല ഗൈസ്, ഇതിന് വേറെ കവറായിരുന്നു, ഞാൻ ഇതിനകത്തോട്ട് ഇട്ടതാണ്. നിങ്ങൾ ഒരിക്കലും കൂടുതലിടല്, ഒരു നുള്ള് പോലും ഇടേണ്ട, ശക്കലിട്ടാണ് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ആദ്യം നമുക്ക് നമ്മുടെ അക്വേറിയത്തിലിടുന്ന കാണിച്ചു തരാം ഗൈസ്. നമ്മുടെ അക്വേറിയത്തിലാണ് ഇത്രയാണ് എടുത്തത്. ഒരു ഉമ്മിക്കിരിയുടെ കൂട്ടൊക്കെ ഇരിക്കുന്ന സാധനമാണ്, ഇത്ര എടുക്കാവും. ഇതിപ്പോൾ ഇടുമ്പോൾ ഒരു കളർ ചേഞ്ച് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. ഇത് ഗൈസ് നമ്മളെ അടിയാവും, നമ്മളിടാൻ പോണു ഗൈസ്. കണ്ട ഗൈസ്, ഒരു ലൈറ്റ് പിങ്ക് കളറും ഒരു ബ്ലൂ കളറും എല്ലാം കൂടെ ഉള്ളത്. എൻ്റെ കൈനിയുണ്ട്, എൻ്റെ കൈ വന്നിട്ട് കാണിക്കാം. കണ്ട ഗൈസ്, ഇത് നമുക്ക് വേണ്ട പണി, ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് കമ്പിട്ട് ഇളക്കാൻ നോക്കുക, കൈ ഇട്ടാൽ വെള്ളമെല്ലാം താഴെ. പക്ഷേ ഇത് ഇളക്കി കൊടുക്കാം. കണ്ട ഐസ് കളർ അത്രയും മാറിയതുണ്ട്. ഐസ് കളറുണ്ട് ഐസ്. ഇത് ഇങ്ങനെ ഒരു 1 മണിക്കൂർ വെക്കണം. ഇതിനകത്ത് നമുക്ക് ഇടേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തൊന്നും അങ്ങനെയൊന്നും ഇടത്തില്ല. നമ്മൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലുമൊക്കെ സാധനങ്ങളുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ച് നേരം മുക്കിയിടുക. നമ്മളതിനകത്ത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അരിപ്പ ഉണ്ടായിരുന്നു ഗൈസ്. അതേണ്ട ഈ ഒരു അരിപ്പ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ മണ്ണ് പറ്റിയതാണ്. അങ്ങനെ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം അതിനകത്ത് കുറച്ച് നേരം മുക്കിയിടുക.
ഗൈസ് നമ്മൾ ഫിഷ് നെറ്റ് നമ്മൾ ഇതിനകത്ത് തന്നെ ബുക്ക് ചെയ്തോളൂ ഗൈസ്. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഈ 2 സാധനങ്ങളാണ്. പിന്നെ ഇത് ഹോസ്പിറ്റൽ ടാങ്കിലോട്ട് ഇടാം ഗൈസ്. മീനെല്ലാം വയ്യാതാകുമ്പോൾ ഇതിനകത്ത് ഇട്ടിട്ടാണ് നമ്മൾ ടാങ്കിലോട്ട് ഇടുന്നത്. അപ്പോൾ അതും 3 സാധനങ്ങൾ നമ്മൾ ബുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതിനകത്തൂടെ പൊട്ടാസ്യം പെർമാറ്റ് ഇടാം ഗൈസ്. നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. പോവാം ഗൈസ്. ഇതൊന്ന് ഇട്ടിട്ട് കാണാം. 2 കൈ കൊണ്ട് ഇടാൻ വേണ്ടി സീനാണ്. അപ്പോൾ ഒന്ന് ഇട്ടിട്ട് കാണാം. ഇപ്പോൾ ഗൈസ് നമ്മൾ എല്ലാത്തിനകത്തും പൊട്ടാസ്യം പെർമാറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി ഇടുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഫുള്ള് നമ്മുടെ പൊട്ടാസ്യം പെർമാറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞ് സാധാ രീതിയിൽ വാഷ് ചെയ്യുന്ന പോലെ നമ്മൾ വാഷ് ചെയ്യുക. അപ്പോൾ ഗൈസ് നമ്മുടെ പൊട്ടാസ്യം പെർമാറ്റ് ഇതിനകത്തുള്ള കുറേ സാധനങ്ങൾ ഞാനിപ്പം ഇട്ടതാണ്. ഇനിയിപ്പോൾ പൊട്ടാസ്യം പെർമാറ്റ് ഇട്ടിട്ട് 1.5 മണിക്കൂറായി. ഇനി നമുക്ക് വേണ്ടത് പറഞ്ഞാൽ ഇത് ക്ലീൻ ചെയ്ത് ഫാമിൽ വെക്കണം. അപ്പോൾ ക്ലീൻ ചെയ്ത് നമ്മൾ വീഡിയോ ഇടുന്നില്ല. അപ്പോൾ ഇച്ചിരി ലെങ്ത് ആവും ഗൈസ് വീഡിയോ. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കാണാം. എന്നാൽ പോയി ക്ലീൻ ചെയ്തിട്ട് വരട്ടെ ഗൈസ്. ബൈ. അപ്പോൾ ഗൈസ് നമ്മൾ പൊട്ടാസ്യം പെർമാറ്റ് ഇട്ട് കഴുകിയ അക്വേറിയം ബേസണും ചടിച്ചട്ടി എല്ലാം നമ്മൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ ഇതിനകത്തെല്ലാം ഒന്ന് വെള്ളം നിറയ്ക്കണം ഗൈസ്. അതിന് മുമ്പ് നമ്മൾ അക്വേറിയം നേരെ വെക്കട്ടെ. നേരെ വെച്ചിട്ടുണ്ട് ഗൈസ്. അത് ഓസ് എടുക്കട്ടെ ഗൈസ്. ഓസ് ഓണാണ്. ഞാൻ ഓണാക്കി ഇട്ടിട്ടാണ് ഗൈസ് വന്നത്. ഗൈസ് ഓസ് എടുത്തിട്ടുണ്ട്. ചുമ്മാ ഒന്ന് ഓസ് ഒന്ന് കഴുകട്ടെ ഗൈസ്. കഴുകിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പാത്രത്തിലെല്ലാം മണ്ണ് വീഴും ഗൈസ്. ഗൈസ് നമ്മൾ വെള്ളം നിറ തുടങ്ങിയിട്ടുണ്ട്. എന്തുവായാലും ഇപ്പം തന്നെ ഒരു 5 മിനിറ്റോളമായി. ഇനിയിപ്പോൾ നമുക്ക് വെള്ളം നിറച്ചിട്ട് കാണാം ഗൈസ്. അങ്ങോട്ട് അക്വേറിയത്തിൽ വെള്ളം നിറക്കണം ഗൈസ്. നമുക്ക് മീനെ ഇടുന്നതിന് മുമ്പ് 2-3 കാര്യം ചെയ്യാനുണ്ട്. ഒന്ന് കല്ലുപ്പിടുക. പിന്നെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏതിലൊക്കെ ഇല ഇടുക. എന്ന് വെച്ചാൽ വാഴയിലയോ ബദാമിലയോ മാവിലയോ. ഇത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഉണങ്ങിയ വാഴയിലാണ് ഗൈസ്. നമുക്കൊന്ന് പറിച്ചിട്ട് വാഴയില പറിച്ചിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇല പറിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ലൈറ്റ് പൊട്ടാസ്യം പെർമാറ്റിൻ്റെ കുറച്ച് വെള്ളത്തിൽ നമുക്കൊന്ന് മുക്കിയെടുക്കുക. ആ ഇലക്കകത്തൊന്നും മീനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഗൈസ്. മുക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്കൊന്ന് പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് നമുക്ക് ഫാമിലോട്ട് ഇടാം ഗൈസ്. ഗൈസ് നമ്മൾ പച്ചവെള്ളത്തിൽ കഴുകിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫാമിലോട്ട് കയറാം ഗൈസ്. ഇനി നമുക്കിതെല്ലാം ഓരോന്നോരോന്നായിട്ട് 2-3 എണ്ണമൊക്കെ നമുക്ക് ബേസണിലോട്ടൊക്കെ ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് കാണാം ഗൈസ്. എനിക്ക് ഒരു കൈ ഫോണും എല്ലാം വെട്ടിയിടാൻ പാടാണ്. വിട്ടിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ വെള്ളം നിറച്ച് നമ്മുടെ ഉണങ്ങിയ വാഴയിൽ നമുക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ മെഡിക്കൽ ബോക്സ് ഉണ്ട്. ഇത് മീനിൻ്റെ ബോക്സാണ് ഗൈസ്. ഇതിനകത്ത് നമുക്ക് കല്ലുപ്പ് എടുക്കുന്നത് ഗൈസ്. നമ്മളെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റബ്ബർ ബാൻഡൊക്കെ ഒന്ന് തുറന്ന് നമുക്ക് ഇതാദ്യം എല്ലാത്തിനും ശകലം വെച്ച് ഇടണം. അപ്പോൾ ഗൈസ് നമ്മൾ അക്വേറിയത്തിൽ ഇത്ര ഇടുന്നുണ്ട്. നമുക്ക് ഇടാം ഗൈസ്. ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ബേസണിലൊക്കെ ശകലം വെച്ചിടാം. ഗൈസ് നമ്മൾ കല്ലുപ്പും എല്ലാത്തിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഈ ഇരിക്കുന്നതൊക്കെ മീനെയൊക്കെ ഒന്ന് റിലീസ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. എല്ലാത്തിനകത്തേയും കല്ലുപ്പൊന്ന് അലിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീനെ റിലീസ് ചെയ്യാം. നമ്മുടെ അക്വേറിയത്തിൽ നമ്മൾ ഇടുന്ന മീൻ നമ്മുടെ ഓസ്കാറാണ് ഗൈസ്. ടൈഗർ ഇതിനകത്ത് കിടപ്പുണ്ട്. നമുക്ക് പിടിക്കാം. നല്ല ആക്റ്റീവായിട്ടുണ്ട് ഗൈസ്. ഇപ്പം പതിയെ റിലീസ് ചെയ്യാം ഗൈസ്. പതിയെ പോയിട്ടുണ്ട്. പിന്നെ ഗൈസ് നമ്മുടെ നെക്സ്റ്റ് ഓസ്കാർ അതിന് ഇട്ടിട്ടുണ്ട് ഗൈസ്. പിന്നെ അതിന് തിന്നാൻ കൊടുത്തൊരു മീനുണ്ട് ഗൈസ്. ഉണ്ടാ ഗൈസ് അവനെ കൂടെ പിടിച്ചിട്ടേക്കാം.
അവനെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ ആൽബിനോ ഓസ്കാറിനെ റിലീസ് ചെയ്യാം ഗൈസ്. കണ്ടോ ഗൈസ്, ഇവനെ നമുക്ക് നമ്മുടെ ഈ ഒരു ബേസിലോട്ട് റിലീസ് ചെയ്യാം ഗൈസ്. ഇനി ഗൈസ് നമ്മുടെ ആൽബിനോ ഗപ്പിയെ നമുക്ക് റിലീസ് ചെയ്യാം. അതിൻ്റെ മെയിലിനെ കിട്ടുന്നുണ്ട്. മെയിൽ നമുക്ക് റിലീസ് ചെയ്യാം ഗൈസ്. അടുത്തായി നമ്മുടെ ഫീമെയിൽ. കിട്ടിയിട്ടുണ്ട് ഗൈസ്, നമുക്ക് റിലീസ് ചെയ്യാം. അടുത്തായിട്ട് നമ്മുടെ ജെറ്റ് ബ്ലാക്ക് ആണ് ഗൈസ്. എൻ്റെ ഫീമെയിലിനെ പിടിച്ചിട്ടുണ്ട് ഗൈസ്. അതിന് നമുക്ക് ഇങ്ങോട്ട് റിലീസ് ചെയ്യാം ഗൈസ്. മെയിലിനെ പിടിക്കാം. അവ ഇച്ചിരി ആക്റ്റീവ്, നല്ല ആക്റ്റീവുള്ള ആളാണ്, കിട്ടാൻ ഇച്ചിരി പാടാം. മെയിലിനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അവനെ നമുക്ക് റിലീസ് ചെയ്യാം. ഇനി ഒരു മീൻ നമുക്ക് റിലീസ് ചെയ്യാനുണ്ട്. ഇതാണ് ഗൈസ് നമ്മുടെ ടൈഗർ ബാർബ്, മോളി പ്ലാറ്റി എല്ലാം ഉണ്ട്. ആദ്യം നമുക്ക് 2 ചുമല പ്ലാറ്റി ഉണ്ട്, അതിനെ പിടിക്കാം. അമ്മമാരെ നമ്മൾ ഇങ്ങോട്ടാണ് ഗൈസ് ഇറക്കി വിടുന്നത്. ഇനി ഗൈസ് നമ്മുടെ ബാർബിനെ പിടിക്കാം. ബാർബി നമ്മൾ ഈ ഒരു സ്മോൾ പാത്രത്തിലാണ് ഇടുന്നത് ഗൈസ്. അത്രയൊക്കെ മതി അതിന്. ഇനി നമ്മൾ പിടിക്കാൻ നമ്മുടെ നല്ല വലിയ ചുണക്കുട്ടിയായ മോളിയാണ് ഗൈസ്. അവനെ പൊക്കിയിട്ടുണ്ട്. അവനെ നമ്മൾ ഈ ഒരു ബേസിലോട്ട് ഇടുകയാണ് ഗൈസ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇവനെ കൂടെ പിടിച്ചിടുവാണ്. കൈയിലോട്ട് തന്നെ വന്ന് കയറിയിട്ടുണ്ട് അവൻ. ഇവനൊരു കുഞ്ഞു മീനുണ്ട് ഗൈസ്, അവനെ കൂടെ പിടിക്കും. കൊച്ചു പ്ലാറ്റിയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഫുൾ മീനെ റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നതിന് വരെ എല്ലാവർക്കും ഓക്കെ ബൈ.